ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും മലയാളികളിൽ ചുരുക്കം പേർക്ക് മാത്രം ട്രെക്കിംഗ് എന്ന ഒരു ഇഷ്ടമുള്ളൂ. അതിൽ ഒരാളാണ് ഞാൻ. ഉയരം കൂടുന്തോറും താഴത്തെ വ്യൂ കിടിലോസ്കി ആവുമ്പോ എന്ന ചോദ്യം എന്നെ അലട്ടാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അങ്ങനെ ആ ഉത്തരം തേടി കാടും മേടും പുഴയും വന്യമൃഗങ്ങളെയും താണ്ടി ഡാൻഡിനോങ് റേഞ്ചസ് എന്ന വന്യപർവ്വതത്തിന്റെ ഉച്ചസ്ഥായിൽ പോയി ട്രെക്കിംഗ് ചെയ്യുന്ന വീഡിയോ ആണ് സുഹൃത്തുക്കളെ ഇന്ന്. ലെറ്റ്സ് സ്റ്റാർട്ട്. Yo, what is up guys? My name is Jarkar Lark from Mastermind. വീണ്ടും സ്വാഗതം guys. എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളായെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മളിപ്പോൾ ഡാൻഡിനോങ് റേഞ്ചസിലുള്ള നാഷണൽ പാർക്കിലാണ് ഉള്ളത്. ഇപ്പം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. കുറേ മരങ്ങളുണ്ട് കേട്ടോ. ഇറ്റ്സ് അമേസിങ് മീ. ഇവിടെ പിന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വേണ്ട, ഇപ്പം ഞാൻ കാപ്പി കുടിച്ചേ ഉള്ളൂ. ഈ സ്ഥലത്തിൻ്റെ പേരാണ് 1000 Steps Cafe. ഇവിടെ നമുക്ക് കാണുന്ന പോലെ അടിപൊളിയായിട്ട് പാർക്ക് ചെയ്യാം, ഗിരിയും കാണാം. കണ്ടോ കിടക്കുന്ന കിടപ്പ് കണ്ടോ? സോ ഇതായിരിക്കും ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് ഗോ. ഗായ്സ്, ഞാനീ പറഞ്ഞതിൽ ഈ കഫേക്ക് പേരെങ്ങനെ വന്നറിയോ? നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തിൽ 1000 സ്റ്റെപ്സ് ഉണ്ട്. ആ 1000 സ്റ്റെപ്സ് കയറണം. പറ്റുമോ? നിങ്ങോട്ട് പറ്റുമോ? ലെറ്റ്സ്. നമ്മൾ നടക്കുന്ന വഴിയിൽ ആരുമില്ല. രണ്ട് സൈഡും നല്ല അടിപൊളി കാടാട്ടോ. നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല കുത്തനെ കയറ്റമാണ്, അപ്പോൾ കിതയ്ക്കും. ഇതാണ്ട് നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ 4 പില്ലർ കണ്ടിട്ടുണ്ട്. വേണ്ട, കറേജ്, എൻഡ്യൂറൻസ്, മേറ്റ്ഷിപ്പ് ആസ് വെൽ ആസ് സാക്രിഫൈസ്. ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. അടിപൊളി. ഹൈ നമുക്ക് വേണ്ടി ഇതാ വിശാലമായ സ്റ്റെപ്സ് കിടക്കുന്നുണ്ട്. ലെറ്റ്സ് കയറി പോവാം. ഓക്കെ, ഉണ്ടോ നല്ല അടിപൊളി ഒരു ഷെഡൊക്കെ ഇടിച്ചിട്ടുണ്ട് ഇവിടെ. കുറേ പറഞ്ഞ പോലെ തന്നെ കുറേ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വായിക്കാനുള്ള സമയമൊന്നുമില്ല. നമുക്ക് ഇനി അതിൻ്റെ മണ്ടയിലോട്ട് കയറണം. എന്തായാലും കൊള്ളാം. റെസ്റ്റ് ചെയ്യാൻ അടിപൊളി സ്ഥലം കേട്ടോ. അതാ ഗൈസ്, നമ്മളിതപ്പോൾ കണ്ട് നമ്മുടെ വലിയൊരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ടോ, ലൈബേർഡ് ട്രാക്ക് ഫിറ്റ്നസ് സ്റ്റെപ്സ് 1.4 കിലോമീറ്റർ. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 1.4 കിലോമീറ്റർ നടക്കണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് 1000 സ്റ്റെപ്സ് ഇങ്ങോട്ടാണ് പോകേണ്ടത്. സോ ഒന്നും നോക്കണ്ട, ലെറ്റ്സ് ഗോ. എങ്ങനെയായി തീരുന്ന ഒന്നും അറിയത്തില്ല. ഇതൊരു അടിപൊളി കാടാട്ടോ. രണ്ട് സൈഡും കാടാണ്. എൻ്റെ മുമ്പിലൊരു ചേച്ചി അടപ്പുണ്ട്. അവർ മാത്രമേ ഉള്ളൂ ഇപ്പം. കാട് ഇറ്റ്സ് എ ബിറ്റ് സ്കേറി. കുഴപ്പമില്ല, ലെറ്റ്സ് ഡു ഇറ്റ്. ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളി സ്ഥലമാണ്. ഞാൻ ക്യാമറ കൊണ്ടുവരേണ്ടിയായിരുന്നു. സ്റ്റുപ്പിഡ് മീ. ഓ, ഒക്കെ ഒന്ന് നോക്കിയേ, അടിപൊളി. ഈ അടിപൊളി എന്ന് പറയുമ്പോൾ ഞാൻ താഴോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. താഴെ നോക്കിയില്ലെങ്കിൽ മറിഞ്ഞടിച്ച് വീഴും ഗൈസ്. അപ്പോൾ നമ്മുടെ താഴത്തെ വ്യൂ അടിപൊളി വ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മേളത്തെ വ്യൂ കണ്ടാലോ, ഒരു ഏരിയൽ ഷോട്ടോടെ കണ്ടാലോ, അത് കിടുക്കും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ മൗണ്ടൻ ക്ലൈമ്പിങ് അടിപൊളി ഒരു എക്സസൈസ് കൂടെ കേട്ടോ. നമുക്ക് ഒത്തിരി കഷ്ടപ്പാടുണ്ട്, പക്ഷേ ഒത്തിരി കഷ്ടപ്പാടില്ലാതെ നമുക്ക് വണ്ണം കുറയ്ക്കാം. അതും നമുക്ക് 2 ബെനിഫിറ്റ്സ് ഉള്ളത്. വണ്ണവും കുറയ്ക്കാം, അതുപോലത്തെ അടിപൊളി സ്ഥലവും കാണാം. 1000 സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് പോലും കാണുന്നില്ലല്ലോ. അങ്ങ് അറ്റത്ത് വല്ലതും തോന്നുന്നു. ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. സ്റ്റിൽ വെയിറ്റിംഗ്. യെസ്, we'll do it. ഗായ്സ്, ഇത് ഉടായിപ്പാട്ടോ. ഇനി 1000 സ്റ്റെപ്സ് മുകളിലോട്ട് നടന്നു. ഇത്ര നടന്നിട്ട് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. ഇനിയും ഉണ്ട് ഒത്തിരി. എന്തായാലും ഇറ്റ് വാസ് എ നൈസ് പ്ലേസ്. ഇതൊരു എൻ്റെ മെമ്മറിയിൽ കിടക്കുന്നൊരു സ്ഥലമായിരിക്കും.
അങ്ങനെ നമ്മൾ സ്റ്റെപ്പിൻ്റെ അവിടെ എത്തി. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇടാൻ പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് യെസ് കയറി. ഇനിയിപ്പോൾ അങ്ങോട്ട് അടിപൊളിയായിരിക്കും. ലെറ്റ്സ് ഗോ. ഇത്ര സ്റ്റെപ്പുണ്ട്, 1000 സ്റ്റെപ്പുണ്ട് കയറാൻ. പതുക്കെ കയറാം. ഇനി ഒരു 5 മിനിറ്റ് അവിടെ ബ്രേക്ക് എടുത്ത് ഇത്ര നടന്നു വന്നപ്പോഴത്തേന് തന്നെ നമുക്ക് മടുപ്പായി. ഇവിടെ ഞാൻ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഓടാൻ പാടില്ല, ഓടാതെ പതുക്കെ പോവുക. ആ സൈഡിലായിട്ടൊക്കെ അടിപൊളിയായിട്ട് വെള്ളത്തിന് സൗണ്ടൊക്കെ വരുന്നുണ്ടേ കേട്ടോ. ഇവിടെ വെള്ളമുണ്ടെന്ന് തോന്നേ. വാ, ഇതൊന്ന് വരേണ്ട സ്ഥലം തന്നെ കേട്ടോ. സിംപ്ലി അമേസിങ്. ഞാൻ താഴോട്ട് നോക്കി നടക്കുന്നത്. താഴെ നോക്കി കിടന്നില്ലെങ്കിൽ സ്റ്റെപ്പുണ്ട്, മറിഞ്ഞടിച്ച് വീഴും. ഓക്കെ ലെറ്റ്സ് ഗോ. മരത്തിൻ്റെ ട്രങ്ക് മറിഞ്ഞു കിടക്കുന്നത്, അത് മുറിച്ചിട്ടേക്കുന്നു. അയ്യോ, ഈ മരത്തിൻ്റെ പ്രായം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഇതിൻ്റെ എത്ര വട്ടം ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ഇത് എണ്ണും, എത്ര വട്ടം ഉണ്ടെന്ന് എണ്ണുമ്പോഴത്തേന് ഇതിന് എത്ര പ്രായം ഉണ്ടെന്നറിയാം. അറിയുന്ന പേര് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യേ. ലെറ്റ്സ് ഗോ. അയ്യോ, ഇനിയും കിടപ്പുണ്ട്. പതുക്കെ കയറാം നമുക്ക്. എന്നിട്ട് സമയം ഇപ്പോൾ 2:30 ഇനി നമുക്ക് സമയമുണ്ട് മുകളിലോട്ട് കയറണം. നമ്മളങ്ങനെ പിന്നെയും കയറാൻ തുടങ്ങി ഗൈസ്. നമ്മൾ വിട്ടുകൊടുക്കില്ല. ഇച്ചിരി മടുത്തു പോയാലും നമ്മൾ വിട്ടുകൊടുക്കില്ല. ഓക്കേ ആസ് യൂഷ്വൽ. ചൊറിയുന്നു. അയ്യോ, ചെടി തൊടാൻ പാടില്ല. ഇറ്റ്സ് ലൈക്ക് എ ടൈപ്പ് ഓഫ് ഇച്ചിങ്. ഓക്കേ ഹായ് വെള്ളപ്പടിൽ. നൗ ലെറ്റ്സ് ഗോ. നമ്മുടെ ഇവിടെ ഒരു കൊച്ചും കയറിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ. നമ്മളെപ്പോലെ കൊച്ചു പിള്ളേരും കയറാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, ഇതെന്നെ വലിയ കാര്യം. താങ്ക് യു. എൻ്റെ പുറകെ ഒരു കൊച്ചുണ്ടായിരുന്നു. ഇരുണ്ടല്ല, വെളുപ്പിക്കങ്ങോട്ട്. ആ അത് തന്നെ. എൻ്റെ പുറകിലൊരു കൊച്ചും വരുന്നുണ്ടേ. ആ കൊച്ചിനെ സമ്മതിക്കണം. ഗായ്സ്, നമ്മൾ എത്താറായി തോന്നുന്നു. ജസ്റ്റ് 200 meters more to the top of steps. At last ഗായ്സ്, നമ്മളിതാ എത്തി ഓൺ ദ ടോപ്പ്. ഇനി ടോപ്പ് വ്യൂ ഒന്ന് കണ്ടാൽ എനിക്കിനി സന്തോഷിക്കാം. ലെറ്റ്സ് ഗോ ഓൺ ദ ടോപ്പ്. ഒരു യുദ്ധമായിരുന്നു ഇപ്പോൾ നടന്നത്, ഞാനും എൻ്റെ കാലുമായിട്ട്. അടിപൊളി. അങ്ങനെ നമ്മൾ ഫൈനലി മേളിൽ എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. മേളിലത്തെ വ്യൂ അടിപൊളിയാണ്, കാണണ്ടോ? എൻ്റെ അമ്മ, നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. കണ്ടോ, ദൂരെ കാണുന്നുണ്ടോ? സൂമിങ് പറ്റുന്നത്ര സൂം ചെയ്യാം. അടിപൊളി. ക്യാമറ കാണുമ്പോൾ അത്ര ഒരു ലുക്കും, പക്ഷേ ഈ ലൊക്കേഷൻ. നമുക്ക് എത്രയും പെട്ടെന്ന് താഴോട്ടിറങ്ങാം, ഇരുട്ടുന്നതിന് മുമ്പ്. ഇരുട്ടിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. പതുക്കെ മഴ പെയ്യാൻ തുടങ്ങുമെന്ന് തോന്നുന്നു. ലെറ്റ്സ് ഗോ ഫാസ്റ്റ്. ഇനി താഴെ എത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മളങ്ങനെ താഴെ ഇറങ്ങും കേട്ടോ. അടിപൊളിയായിരുന്നു മുകളിലോട്ടുള്ള യാത്ര. ഇറ്റ് വാസ് ഫൺ ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. താഴോട്ട് നമുക്ക് സ്റ്റെപ്പിൽ കൂടെ നടക്കാം, അതല്ലെങ്കിൽ പോടാനും പറ്റും താഴോട്ട്. ഓടിക്കഴിഞ്ഞാൽ ചെരുപ്പ് മല്ലോ. ഇറ്റ്സ് അഡ്വൈസബിൾ ടു ഗോ ഡൗൺ ബൈ സ്റ്റെപ്പ്. കാട്ടി കാണുന്ന ടിപ്പിക്കലായിട്ടുള്ള ഒരു ചെടി എന്ന് പറയുന്നത് എന്താ? ചെടി എന്ന് പറയത്തില്ല, ഈ ഒരു മരം ടിപ്പിക്കൽ ഇവിടുത്തെ കാട്ടി കാണുന്ന കേട്ടോ. നിങ്ങളിപ്പം മിണ്ടാതിരിക്കുവാണെങ്കിൽ ഞാനിപ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്നില്ല. ഈ കാടിന് ശബ്ദം ഒന്ന് കേട്ടു നോക്ക്. ഇറ്റ്സ് സോ കാമിങ്. ഇത് കേൾക്കുമ്പോഴേ അറിയാം എന്നാ ഒരു മനസ്സിനൊരു കാംനെസ്. സ്ട്രെസ്സൊക്കെ പമ്പ കിടക്കും. ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്ഥലം കേട്ടോ. മേളെത്തിയപ്പോഴത്തേനെ ചെവിയൊക്കെ അടഞ്ഞു. നല്ല മഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാലോ, നിങ്ങളോടൊക്കെ ഇപ്പോൾ ഒന്ന് മിണ്ടിയപ്പോഴാണ് എനിക്കൊരു
സന്തോഷമായി. എന്ന് പറയോ, നിങ്ങളെയൊക്കെ ഒത്തിരി ഞാൻ മിസ് ചെയ്തു. എസ്പെഷ്യലി വ്ളോഗിങ് ഞാൻ ഒത്തിരി മിസ് ചെയ്തു കേട്ടോ. നൗ വി ആർ ഫുൾ ബാക്ക്. ഇനി പവർഫുൾ വ്ളോഗ്സ് ഇനി വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഗൈസ്. ഇത്രയും കാലം എക്സാം അസൈൻമെൻറ്റ് ഇത് രണ്ടുമായിരുന്നു എൻ്റെ ഒരു മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഐ എം ഫ്രീ. ഞാൻ പുതിയ കണ്ടന്റ് ഇടും. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ കാണുക. അപ്പോൾ എന്തായാലും മറക്കല്ല, ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ തിരിച്ചു പൊട്ടിക്കുക. ഇപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കാര്യം ഓർമ്മ വന്നത്, ഇപ്പം നാട്ടിൽ നിന്ന് കുറേ പേര് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, എസ്പെഷ്യലി പഠിക്കാൻ വേണ്ടി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് എനിക്ക് DM ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ, അതുപോലെ തന്നെ മെയിൽ അയക്കുന്നുണ്ട്, പിന്നെ യൂട്യൂബിൽ തന്നെ കുറേ കമൻറ്റ് വരുന്നുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ ഇങ്ങോട്ട് വരാനുള്ള പ്രൊസീജിയർ, ആപ്ലിക്കേഷൻ, പേപ്പർ വർക്ക്സ്. അപ്പം അതിനെപ്പറ്റിയൊക്കെ കുറച്ച് നല്ലൊരു ബ്രീഫായിട്ടൊരു വീഡിയോ ഇടണമെങ്കിൽ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഔട്ട് ചെയ്യട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എസ്പെഷ്യലി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി 1, 2 അല്ലെങ്കിൽ 3 വീഡിയോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഉണ്ടാക്കാം. ഗൈസ്, ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഞാനിങ്ങനെ നടന്നു പോയപ്പോഴത്തേന് ഈ സൗണ്ട് കേട്ടു. ഞാൻ ആരടാ ചിരിക്കുന്നത് ചോദിച്ചപ്പോഴത്തേന് ഭയങ്കര സൗണ്ട്. ചിരിക്കുന്ന പോലെ തോന്നി എനിക്ക് കേട്ടോ. കുരങ്ങന്മാരാന്ന് തോന്നുന്നു. കാണാൻ പറ്റിയില്ല ഒന്നിനെ, പക്ഷെ ഭയങ്കര സൗണ്ട്. കൂട്ടം കൂടി നിൽക്കുമെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാം. എങ്ങാനും ആക്രമിച്ചാലോ? ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്നെ നോക്കാൻ. ലെറ്റ്സ് ഗോ ഫാസ്റ്റ്. ഇതൊരു ചൊല്ലില്ലേ, നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ബലം മധുരമാണ്. ആ ചൊല്ലാണ് ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര നേരം വേർക്ക് വരുന്നു. ഇപ്പം നല്ല തണുപ്പ്, അടിപൊളി. ഇനിയും കിടപ്പുണ്ട്, താഴോട്ടുണ്ട്. അങ്ങനെ നമ്മൾ താഴെ എത്താറായി. താഴെ എത്തുന്നതിൻ്റെ ഇത് കണ്ടു ദൂരതയിൽ. ഇനിയിപ്പോൾ പിന്നെ കുറച്ചുകൂടെ നടക്കണം. പക്ഷെ അത് സ്ട്രെയിറ്റ് ആട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ പറഞ്ഞ വാക്ക് പാലിച്ചു. നമ്മൾ ഇവിടെ നിന്ന് 1000 സ്റ്റെപ്പ് ഇതാണ്ട് മുകളിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. ഇറ്റ് വാസ് എ സ്മോൾ വീഡിയോ ആൻഡ് എൻകറേജിങ് വീഡിയോ. അപ്പം ഈ കുട്ടി വ്ളോഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ എന്ത് ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പൊട്ടിക്കുക. So till we meet next time, it's me, Jerry Keroy, signing out.